താരസംഘടനയിലെ വിവാദമായ തെരഞ്ഞെടുപ്പ് ഈ മാസം 15-ാം തീയതി നടക്കുകയാണ്. അതിനിടയിൽ പല ഗ്രൂപ്പുകളുമായി തിരിഞ്ഞ് വോട്ട് പിടിക്കുന്നു. വോട്ട് പിടിക്കുന്നതിനിടയിൽ ഏറ്റവും പുതിയതായിട്ടുള്ള വിവാദമായ സംഭവം വീഡിയോ ആണ്. ഒരു വീഡിയോ ചിത്രീകരണമാണ്. ആ വീഡിയോ ചിത്രീകരണത്തിൽ പലരെക്കുറിച്ചും നടികൾ തുറന്നു പറഞ്ഞിട്ടുണ്ട്. തുറന്നു പറഞ്ഞ കൂട്ടത്തിൽ ഇത് ചിത്രീകരിച്ചപ്പോൾ അവർ വിചാരിച്ച സൂപ്പർ സ്റ്റാറിനെ കുറിച്ച് പറയുമെന്നാണ് വിചാരിച്ചത്. എന്നാൽ ആ സൂപ്പർ സ്റ്റാറിനെ കുറിച്ച് നടികൾ ആരും പരാതി പറഞ്ഞിട്ടില്ല. പക്ഷേ പെട്ടത്, അവർ കുടുങ്ങിയത് അവർക്ക് ചിലർക്ക് ഇഷ്ടപ്പെട്ട സൂപ്പർ സ്റ്റാറിനെ കുറിച്ചായിരുന്നു. അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഫിലിം പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. താരസംഘടനയിലെ തെരഞ്ഞെടുപ്പ്, ഇത് ആർക്ക് ഇതിനെക്കുറിച്ച് എന്ത് കാര്യമെന്ന് ചോദിച്ചവരുണ്ട്. അത് അവരുടെ സംഘടനയുടെ തെരഞ്ഞെടുപ്പും ഭാരവാഹിത്വമൊക്കെ അവർ നടത്തട്ടെ. ഇത് നാട്ടുകാർക്ക് അറിഞ്ഞിട്ട് എന്താ കാര്യം? ചെളി വാരി എറിയുന്നവർ നമ്മളതിൽ പങ്കെടുക്കേണ്ട എന്നൊക്കെയാണ് പറയുന്നത്. വെച്ചാൽ ഞാനിത് കുറച്ച് കാലമായിട്ട് ചാനലിലും മറ്റും ഇതിനെക്കുറിച്ച് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് സാറിനിത് വല്ല ആവശ്യമുണ്ടോ? ഇത് എന്തിനാണ് ഇങ്ങനെ പോകുന്നത്? ആര് പ്രസിഡന്റ് ആയാലെന്ത്, ആര് സെക്രട്ടറി ആയാലെന്ത്, ഇത് അവരുടെ കാര്യമല്ലേ? ഞാൻ പറഞ്ഞു, ഞാൻ സിനിമയുമായി ബന്ധപ്പെട്ട ഒരാളാണ്. ഇതിൽ തുടക്കം മുതൽ, ഇത് രൂപീകരിച്ച കാലം മുതൽ ഞാൻ ഒരു മാധ്യമ പ്രവർത്തകൻ. അതിൻ്റെ എല്ലാ കാര്യങ്ങളും എനിക്കറിയാം. കുറേ നന്മ വശങ്ങൾ മാത്രമാണ് ആ സംഘടനയുള്ളത്. പിന്നെ ഏത് സംഘടനയിലായാലും ഏത് രാഷ്ട്രീയ പാർട്ടിയിലായാലും നന്മയും തിന്മയൊക്കെ ഇത്തിരിയൊക്കെ ഉണ്ടായിരിക്കും. അതൊക്കെ അവർ പരിഹരിച്ച് പോകേണ്ടതാണ്. പക്ഷെ ഇവിടെ ഇപ്പോൾ നമ്മൾ പറയുന്നത് എന്താ, മുമ്പൊന്നുമില്ലാത്ത വണ്ണം, അതായത് മോഹൻലാൽ പിന്മാറിയപ്പോൾ, ഇനി താനില്ല എന്നവർ പിന്മാറിയപ്പോൾ എല്ലാവർക്കും മത്സരിക്കാം എന്നുള്ള പച്ചക്കൊടി കാണിച്ചപ്പോൾ മത്സരമോഹികളുടെ എണ്ണം വർദ്ധിച്ചു. അതാണ് നമ്മൾ നോമിനേഷൻ സമർപ്പിക്കുന്ന അവസാന നിമിഷം വരെ നമുക്കത് കണ്ടു. പിന്നെ നോമിനേഷൻ പിൻവലിക്കേണ്ട അവസാന നിമിഷത്തിൽ കുറേ പേര് പിൻവലിച്ചു. ഇപ്പോൾ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് 2 പേര് മാത്രമായി, ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് 2 പേര് മാത്രമായി, ജോയിൻറ്റ് സെക്രട്ടറി എതിരില്ലാത്ത തിരഞ്ഞെടുക്കപ്പെട്ടു. ഇനി വൈസ് പ്രസിഡന്റ് വേണം, എക്സിക്യൂട്ടീവ് മെമ്പർ വേണം, ട്രഷറർ വേണം. ഇത്രയും വേണ്ടത്. അതിൻ്റെ തെരഞ്ഞെടുപ്പാണ് 15-ാം തീയതി 11 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ നടക്കുന്നു എന്നാണ്. വൈകിട്ട് 4-4:30 ഇലക്ഷൻ റിസൾട്ട് പ്രഖ്യാപിക്കും. അപ്പോൾ ഇവിടെ ശക്തമായ ഇതാണത്. നടികൾ വരണമെന്ന് ഒരു വിഭാഗം, മറ്റു വിഭാഗം നടികളല്ല കഴിവുള്ളവർ വരണം, സീനിയോറിറ്റി ഉള്ളവരും വരണമെന്ന് വേറെ വിഭാഗം. അങ്ങനെ ചേരി തിരിഞ്ഞ് വോട്ട് പിടിക്കുന്നതിനിടയിലാണ് നടികൾ തമ്മിലാണ് പ്രശ്നത്തിന് തുടക്കമിട്ടത് ശരിക്കും. അപ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത് ഇവിടെ അമ്മ രൂപീകരിക്കാൻ, ആ ഒരു അമ്മയുടെ സംഘടനയിൽ ഇത് നടക്കുമ്പോൾ നടിമാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി, എല്ലാം തുറന്നു പറയാൻ വേണ്ടി ഒരു കമ്മിറ്റി ഉണ്ടാക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു കമ്മിറ്റി ഉണ്ടായിരുന്നു എന്നും ആ കമ്മിറ്റി കൂടിയിരുന്നു എന്നും നടിമാരെ വിളിച്ചുകൊണ്ട് അവർക്കുണ്ടായ തിക്താനുഭവങ്ങൾ പറയണമെന്നും അതനുസരിച്ച് പലരും തങ്ങൾക്കുണ്ടായ തിക്താനുഭവങ്ങൾ പറഞ്ഞു എന്നും അത് ഷൂട്ട് ചെയ്തു എന്നും, ആ ഷൂട്ട് ചെയ്ത വീഡിയോ ഇന്നേ വരെ ഷൂട്ട് ചെയ്തത് ഹേമ കമ്മിറ്റി വന്നിട്ട് പോലും അവരുടെ മുന്നിൽ ഹാജരാക്കിയിട്ടില്ല, അതിനെക്കുറിച്ച് പറയാൻ അനുവദിച്ചിട്ടില്ല. അപ്പം ഇത് കൃത്രിമമായി ആർക്കോ വേണ്ടി ഉണ്ടാക്കിയ കെണിയാണ് എന്ന് അവർക്ക് ചിലർക്ക് മനസ്സിലായി. അപ്പോൾ അവരിപ്പോൾ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇപ്പോൾ ഒരു വിഭാഗം പറഞ്ഞിരിക്കുന്നത് അതെവിടെ, ആ വീഡിയോ എവിടെ, അങ്ങനെ ഒരു വീഡിയോ ഉണ്ടോ? ഈ തർക്കം നടക്കുന്നു. കോടതിയിൽ പോയിനിടയ്ക്ക് ഇതിനെക്കുറിച്ച് മോഹൻലാലോ അതുമാതിരി അന്ന് ആ അമ്മയിലെ മറ്റു ഭാരവാഹികളുണ്ടായിരുന്നവരൊക്കെ ഒന്നും പറയുന്നില്ല. പക്ഷെ ഞാനത് ഇതിനെക്കുറിച്ച് ചെകഞ്ഞ് എടുത്ത് അന്ന് എനിക്ക് ഏകദേശം 2018 തോന്നുന്നു അമ്മയുടെ ഒരു പത്രസമ്മേളനം ഉണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ പുറകിലേക്കാണ് ഞാൻ പോയത്. അന്നെന്ന് വെച്ചാൽ ദിലീപിൻ്റെ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദിലീപിനെ സംഘടനയിൽ നിന്ന് ദിലീപ് രാജിവെച്ച് പോയ ഒരു പ്രശ്നം നിൽക്കുകയാണത്. ആ വെക്കാൻ കാരണം മോഹൻലാലിൻ്റെ നിർബന്ധം കൊണ്ടാണ് എന്നൊരു പ്രചരണമുണ്ടായിരുന്നു. അതിൻ്റെ പേരിൽ ദിലീപിനെ അനുകൂലിക്കുന്നവർ പലരും മോഹൻലാലിനോട് എതിരായിരുന്നു. കാരണം മോഹൻലാലിനോട് തുറന്നു പറയാൻ പറ്റിയില്ലെങ്കിലും മോഹൻലാലിന് രഹസ്യമായി തന്നെ മോഹൻലാലിനെ കെണിയിൽപ്പെടുത്താൻ ഒരു ശ്രമം ചിലരുടെ ഭാഗത്തുണ്ടായിരുന്നു. ഇങ്ങനെ നടക്കുമ്പോഴാണ് മോഹൻലാലിന് അന്ന് സ്പെയിനിലേക്ക് കുറേ ദിവസം യാത്രയുണ്ടായത്. ആ യാത്ര കഴിഞ്ഞ് വരുമ്പോഴേക്കും പ്രശ്നങ്ങളില്ലാതിരിക്കാൻ വേണ്ടി അന്ന് അവർ അവൈലബിൾ എക്സിക്യൂട്ടീവ് കൂടി, അമ്മയുടെ അവൈലബിൾ എക്സിക്യൂട്ടീവ് കൂടുക മാത്രമല്ല അന്നൊരു ആ പ്രസ് മീറ്റിലാണ് ഇപ്പം ഇന്ന് ഈ വീഡിയോ അങ്ങനെ ചിത്രീകരിച്ചിട്ടില്ല, അങ്ങനെ ഒരു മീറ്റിംഗ് നടന്നിട്ടില്ല എന്ന് പറയുമ്പോൾ ആ ഒരു കാര്യം ലാൽ തുറന്നു പറഞ്ഞു. ആ
ആ പത്രസമ്മേളനത്തിൽ ലാലിനെ കൂടാതെ സിദ്ദിഖ് ഉണ്ടായിരുന്നു, ജഗദീഷ് ഉണ്ടായിരുന്നു, ബാബുരാജ് ഉണ്ടായിരുന്നു, ടിനി ടോം ഉണ്ടായിരുന്നു, മറ്റേ രചന നാരായണൻകുട്ടി ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ പേര്, 5-8 പേര് അവർ ആ പത്രസമ്മേളനത്തിലുണ്ടായിരുന്നു. ആ സമ്മേളനത്തിൽ വാഗ്വാദം നടന്നൊരു പത്രസമ്മേളനമായി ഞാൻ ഇപ്പോഴും ഓർക്കുന്നത് അങ്ങനെയാണത്. പത്രക്കാരും ചോദ്യങ്ങളും ഇത്തിരി കടത്തിയുള്ള ചോദ്യങ്ങളാണത്. ആ ചോദ്യങ്ങൾക്കൊരിൽ ഇങ്ങനെ വനിതകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒരു സെല്ല് രൂപീകരിച്ചു എന്ന് ലാലും ഇടവേള ബാബുവും സിദ്ദിഖും അടക്കമുള്ളവർ പറഞ്ഞു. ആ സെല്ല് 3 പേരടങ്ങിയ ഒരു സെല്ലാണ്, വനിതാ സെല്ലാണ് ഉണ്ടാക്കിയത്. ആ 3 പേരുടെ പേര് വളരെ വ്യക്തമായിട്ട് അവർ അതിൻ്റെ അന്ന് റെക്കോർഡ് ചെയ്തതിൻ്റെ വീഡിയോ എൻ്റെ കയ്യിൽ ഇരിക്കുന്നുണ്ട്. ശരിക്കും ആ പത്രസമ്മേളനത്തിൻ്റെ വീഡിയോ ഞാനൊന്ന് സൂക്ഷിച്ചിട്ടുണ്ട്. അതിലേക്ക് ഒന്ന് KPSC ലളിത, 2 കുക്കു പരമേശ്വരൻ, 3 പൊന്നമ്മ ബാബു. ഈ 3 പേരാണ് ആ വനിതാ സെല്ലിലെ നേതാക്കന്മാരായിട്ടുണ്ടായിരുന്നത്. അവരെ വെക്കാൻ കാരണം അവർ സീനിയർ ആൾക്കാർ മാത്രമല്ല, ഈ മറ്റു നടിമാർക്ക് എല്ലാം, പുരുഷന്മാരുടെ എല്ലാം തുറന്നു പറയാൻ പറ്റില്ല. അപ്പോൾ തുറന്നു പറയാൻ വേണ്ടിയിട്ടാണ്. അന്ന് ആ പ്രസ് മീറ്റ് നടന്നതിന് ശേഷം ഈ വനിതാ സെല്ലിൻ്റെ കമ്മിറ്റി കൂടുകയുണ്ടായപ്പോൾ ഇപ്പോൾ പറഞ്ഞു വരുന്നത്, അതിന് നമുക്കറിയില്ലേ, ഇപ്പോൾ പറഞ്ഞു വരുന്നത് എന്താണ്? ഈ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ 2-3 ചേരിയായി തിരിഞ്ഞപ്പോൾ നമ്മൾ ഈ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ കമ്മിറ്റിയിൽ സ്ത്രീകളുടെ പരാതികൾ കേട്ട് അതിന് പരിഹാരം കാണാൻ വേണ്ടിയിട്ടാണത്. എന്നാൽ അത് കൂടിയവരൊക്കെ അത് അന്ന് 2 ക്യാമറ വെച്ചത് ഷൂട്ട് ചെയ്തു എന്നാണ് ഒരു വിഭാഗം പറയുന്നത്. അപ്പോൾ അങ്ങനെ ഷൂട്ട് ചെയ്തിട്ടില്ല എന്നും വേറൊരു വിഭാഗം പറയുന്നു. ഷൂട്ട് ചെയ്തതിന് തെളിവുകളുമുണ്ട് എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇത് ഇപ്പോൾ പറയുന്നത് അത് ചിത്രീകരിച്ചു എന്ന് പറയുന്ന ഒരു നടി ഇപ്പോൾ കാൻഡിഡേറ്റും കൂടിയാണ്, ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന കാൻഡിഡേറ്റും കൂടിയാണ്. അവർ പറഞ്ഞു അവരുടെ കയ്യിലില്ല. പിന്നെ ആരുടെ കയ്യിൽ? അന്നത്തെ ജനറൽ സെക്രട്ടറി ഇടവേള ബാബു ആയിരുന്നു. എന്തായാലും പറഞ്ഞു കേൾക്കുന്നത് സംഭവം ഇങ്ങനെയാണ്. ഇത് മോഹൻലാലിന് വെച്ചൊരു കെണിയായിരുന്നു, ആരുടെ പക്ഷത്തു നിന്നായാലും. കാരണം ദിലീപിൻ്റെ അനുകൂലികളായ പലരുമാണ് അവിടെ ഉള്ളത്. അപ്പോൾ ഇങ്ങനെ അവരെ നേതൃസ്ഥാനത്തിരിക്കുന്ന ആൾക്കാർ ഈ നടികളെ വിളിച്ചുകൊണ്ട് അവരുടെ പരാതികൾ പറയുന്ന കൂട്ടത്തിൽ ഇങ്ങനെ ലാലിനെ കുറിച്ചും പരാതികൾ പറയും. ആ പരാതികൾ ഇങ്ങനെ മറ്റ് കമ്മിറ്റികളിലേക്ക് കൊടുക്കാം, പുറത്താക്കാം എന്നൊരു ദുഷ്ടചിന്ത മറ്റുള്ളവർക്ക് ഉണ്ടായി എന്നും എതിർവിഭാഗം പറഞ്ഞു പരത്തുന്നുണ്ട്. അങ്ങനെ പരത്തുന്ന കൂട്ടത്തിൽ എന്തുകൊണ്ട് പിന്നെ ഈ ചിത്രീകരിച്ച വീഡിയോ എന്തുകൊണ്ട് പിന്നെ അതിനുശേഷമാണ് ഹേമ കമ്മിറ്റിക്ക് വന്നിട്ടുള്ളത്. ഈ ഹേമ കമ്മിറ്റിയുടെ മുന്നിൽ എന്തുകൊണ്ട് ആ വീഡിയോ കൊടുത്തില്ല? അല്ലെങ്കിൽ ഇങ്ങനെ ഇത്ര പേര് നടികൾ ഞങ്ങളോട് ഇന്ന കാര്യങ്ങൾ പറഞ്ഞു എന്ന് ഈ വനിതാ സെല്ലിൻ്റെ നേതാക്കന്മാർ പറഞ്ഞില്ല. ഇതാണ് ഇപ്പോൾ നടക്കുന്ന ചർച്ച. ഈ ചർച്ച നടക്കുന്നതിനിടയിൽ ചർച്ച നടക്കുന്നതിൽ ഇതിലെ ഒരു വനിതാ സെല്ലിലെ ഒരു പ്രമുഖമായ ഒരു നടി കേസ് കൊടുത്തിരിക്കുകയാണത്. എന്നെ വളരെ മോശമായി ചിത്രീകരിക്കുന്നു എന്ന് പറഞ്ഞിട്ട്. അത് പോയി കഴിഞ്ഞപ്പോൾ അതിനപ്പുറത്ത് പോയിട്ട് മറുചേരി മുഖ്യമന്ത്രിക്ക് അടക്കമുള്ളവർക്കും DGP അടക്കമുള്ളവർക്കും ഇതിൻ്റെ രേഖകളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇപ്പം അങ്ങനൊരു ഏറ്റുമുട്ടലുകൾ നടക്കുകയാണ്. ഈ ഏറ്റുമുട്ടലുകൾ നടക്കുമ്പോൾ പോലും മോഹൻലാൽ അടക്കമുള്ള ആരും തന്നെ ഇതേക്കുറിച്ച് പറയുന്നില്ല, ഇടപെടുന്നില്ല. എന്നാൽ വനിതാ സെല്ല് രൂപീകരിച്ചു എന്നും അത് ഈ 3 പേരായതെന്നും വളരെ വ്യക്തമായിട്ട് ഈ പത്രസമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ട്. അവസാനം കേൾക്കുന്ന കാര്യം ഇങ്ങനെയാണത്. എന്തുകൊണ്ടാണ് ഈ വീഡിയോ ഹേമ കമ്മിറ്റിക്ക് മുമ്പിലോ മറ്റുള്ള മുമ്പിൽ ഹാജരാക്കാത്തത് എന്ന ചോദ്യത്തിന് പറഞ്ഞത് ഇങ്ങനെയാണ്. ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടു എന്ന് പറയുന്ന പോലെ ഇത് മോഹൻലാൽ വെച്ച കെണി അവർക്ക് ഇഷ്ടപ്പെട്ട മറ്റൊരു സൂപ്പർ സ്റ്റാറിന് കൊണ്ടു എന്നാണ് പറയുന്നത്. അന്വേഷണം നടക്കട്ടെ. വീഡിയോ ചിത്രീകരിച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോ കണ്ടെടുക്കുക തന്നെ വേണം തെരഞ്ഞെടുപ്പിന് മുൻപ്.